സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളി, പിന്നെ നമ്മുടെ തക്കാളി. കുനുകുന അരിഞ്ഞ തക്കാളിയാണ്. 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുനുകുന. ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്. 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി, ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തത്. കടുകിടുക. കടുക് പൊട്ടിയ ശേഷം നമ്മുടെ ജീരകം, അത് കഴിഞ്ഞ പെരിഞ്ജീരകം. അപ്പോൾ നമ്മൾ കടുകിലേക്ക് ജീരകവും പെരിഞ്ജീരകവും ഇട്ട് കഴിഞ്ഞു. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അതുപോലെ നമ്മുടെ കറിവേപ്പില, അതൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വാടി വന്ന ഉള്ളിയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി. ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് കുഴയണം. അപ്പോൾ നമ്മളെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഡ്രൈ ഫ്രൈ അല്ല കേട്ടോ ആക്കുന്നത്, ചെറുതായിട്ടൊന്ന് ലിക്വിഡിൽ. ഇനി നമ്മളിതിലേക്ക് നമ്മളിപ്പം ഉള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ഇട്ടല്ലോ. ഇനി നമ്മളിതിന് ടേസ്റ്റിന് ഒരു അല്പം ശർക്കര ഉരുക്കിയ പാനിയുണ്ട്. അപ്പോൾ അത് ഒഴിക്കുകയാണ്. ലേശം ഒരു 1/4 ടീസ്പൂൺ ഒഴിക്കാവുള്ളൂ കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില തൂവാം. അപ്പം നമ്മുടെ സോയാ ചങ്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ശർക്കരേൻ്റെ പാനി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് പഞ്ചസാര വേണേൽ പഞ്ചസാര ഇട്ടാലും മതി. പക്ഷേ ആ ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ എന്തെങ്കിലും ഒരു അല്പം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്